കിഫ്ബി വഴി തന്നെ ഏകദേശം 60,000 കോടിയോളം രൂപയുടെ ടെൻഡറുകൾ അവരെടുത്തിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായിട്ട് ഇത് പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലക്ക് അവർക്ക് സർക്കാർ മുമ്പ് അനുവദിച്ച് നൽകിയിരുന്ന ഒരു 10% പ്രിഫറൻസ്, അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തി വരുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സാധാരണ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. അതായത് ഒരു ടെൻഡർ 1 കോടി രൂപക്ക് ഈ പറയുന്ന ആരെങ്കിലും കോട്ട് ചെയ്താൽ, 1 കോടിയാണ് അതിൻ്റെ ടെൻഡർ എമൗണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. 1 കോടി രൂപക്ക് കോട്ട് ചെയ്യുന്ന മറ്റുള്ള കോൺട്രാക്ടർമാർ 1 കോടിക്ക് കോട്ട് ചെയ്താൽ അതിൻ്റെ 10% കൂട്ടി വെച്ചുകൊണ്ട് 1/10 1 കോടി 10 ലക്ഷത്തിന് ഉദാഹരണമായിട്ട് ഇവർക്ക് ഏറ്റെടുക്കാവുന്ന ഒരു സ്പെഷ്യൽ ഓർഡർ ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു സഹകരണ സംഘത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ ചെയ്തു വെച്ചൊരു കാര്യമാണ്. അന്നത്തെ ഊരാളുങ്ങൾ സൊസൈറ്റി എന്ന് പറയുന്നത് 100-ൽ താഴെ തൊഴിലാളികളും അതിനുള്ള ചെറിയ സംവിധാനങ്ങളുമായി പോകുന്നൊരു ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ളൊരു തീരുമാനം സൊസൈറ്റികളെ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിലെടുത്തത്. പക്ഷേ ഇത് വന്ന് അദാനിയേക്കാളും വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനിയായി കേരളത്തിൽ ഊരാളുങ്ങൾ സൊസൈറ്റി മാറിയിരിക്കുകയാണ്. സൊസൈറ്റി പറഞ്ഞു വരുന്നത് കുറച്ച് തൊഴിലാളികൾ അതിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതൊരു തൊഴിലാളി സംവിധാനമാണ് എന്ന ഒരു പുകമറ സൃഷ്ടിച്ച് കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാവിധ അവരുടെ തിരഞ്ഞെടുപ്പായാലും മറ്റു പാർട്ടി പരിപാടികളായാലും അവരെ സ്പോൺസർ ചെയ്യുന്ന ഒരു സംവിധാനമായി ഊരാളുങ്ങൾ സൊസൈറ്റി മാറിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടെൻഡർ കോട്ട് ചെയ്യുമ്പോൾ ആവറേജ് 20 തൊട്ട് 25% വരെ പ്രോഫിറ്റ് മാർജിൻ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ കോൺട്രാക്റ്റുകളിൽ ഭൂരിഭാഗവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് അതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാം, ഈ പറയുന്ന 10% പ്രോഫിറ്റ് മാർജിൻ്റെ പ്രോഫിറ്റായിട്ടുള്ള 25% എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് 35% ആയി. 1 ലക്ഷം കോടിയോളം രൂപയുടെ വർക്ക് ഈ പറയുന്ന ഊരാളുങ്ങൾ സൊസൈറ്റി കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നടത്തിയിട്ടുണ്ടെങ്കിൽ 35,000 കോടിയോളം രൂപയാണ് ഈ കടം വാങ്ങി കിഫ്ബി വഴിയും അല്ലാതെയും ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ഇവിടുത്തെ നികുതി പണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിവിടെ ചർച്ചയാകുന്നില്ല. ഈ 10% പ്രിഫറൻസിന് പുറമേ ഇവർക്കായിട്ടുള്ളൊരു പ്രത്യേക സംവിധാനം, ടെൻഡർ ഇല്ലാതെ വർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നമുക്കത് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളോടിത് പറയുന്നത് ഞാൻ പല ഘട്ടത്തിൽ ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അവെയറാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പല കാര്യത്തിലും ബില്ലില്ല, ടെൻഡറില്ല, കൊട്ടേഷനില്ല. അവർ ഒരു വെള്ളക്കടലാസിൽ എഴുതി കൊടുക്കുന്ന എമൗണ്ട് എടുത്തു പോവുകയാണ്. അത് കേരളത്തിന് ബോധ്യപ്പെട്ടൊരു സമയത്താണ് ഈ കാര്യം നിങ്ങളോട് ഇത്ര വിശദമായി പറയുന്നത്. നിങ്ങളിൽ പലരും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മറ്റൊരു കാര്യം, ഇവരെ നിയന്ത്രിക്കാൻ കേരളത്തിലെ PWD വകുപ്പിന് ഒരു മാർഗവുമില്ല. ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് അവരാണ്, ഇതിൻ്റെ ക്വാണ്ടിറ്റി കണക്കാക്കുന്നത് അവരാണ്, അതിൻ്റെ എമൗണ്ട് നിശ്ചയിക്കുന്നത് അവരാണ്, പണിയെടുക്കുന്നത് അവരാണ്, പണിയെടുപ്പിക്കുന്നത് അവരാണ്. PWDയിലെ സെക്രട്ടറിക്ക് പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയിൽ ക്യാബിനറ്റിൽ കൊണ്ടുപോകുക, പാസ്സാക്കുക, 100 കോടി 200 കോടി 500 കോടി പാസ്സാക്കി കൊണ്ടുപോവുക. ഇത് നോക്കാനും പറയാനും ചോദിക്കാനും ഒരാളില്ല. നോക്കാനും പറയാനും ചോദിക്കാനും സാധ്യവുമല്ല. ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ PWDയിൽ പിന്നെ ആ പോസ്റ്റിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ മുന്നിൽ ഈ ഊരാളുങ്ങൾ സൊസൈറ്റിയുടെ എൻജിനീയർമാരുടെയും അവരുടെ സബ് കോൺട്രാക്ടറുടെയും മുന്നിൽ നോക്കുകുത്തികളായി കേരളത്തിലെ ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും നിൽക്കുന്നൊരവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. ഏറ്റവും വലിയ കൊള്ളയായിരിക്കും ഇത് നടന്നിട്ടുണ്ടാവുക. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളാണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഇടത്തരക്കാരായിട്ടുള്ള നിരവധിയായ കോൺട്രാക്ടർമാരുണ്ടായിരുന്നു. അവരെ ചുറ്റിപ്പറ്റിയ ഒരു 10-100 തൊഴിലാളികൾ ആ നാട്ടിലുണ്ടാവും.
അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആയിരക്കണക്കിന് അവരുടെ കുടുംബാംഗങ്ങളുണ്ടാവും. നമ്മുടെ നാടിൻ്റെ സാമൂഹിക വിഷയത്തിൽ, ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഷയത്തിലൊക്കെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പൊതുപ്രവർത്തകരുമായി സഹകരിച്ച് അതിന് സംഭാവനകൾ കൊടുത്ത് നിലനിന്ന് പോന്നിരുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ വിഭാഗം ആളുകളെ കേരളത്തിൽ തിരഞ്ഞാൽ പോലും കാണില്ല. അവർ പലരും, ചിലരൊക്കെ അതിൽ ആത്മഹത്യ ചെയ്തു. പലരും ഈ ഫീൽഡ് വിട്ട് കടക്കണിയിലായി. വീടും പറമ്പും വിറ്റ് കടം വീട്ടിയിട്ടും തീരാത്തവരായിട്ടുള്ള 100 കണക്കിന് കോൺട്രാക്ടർമാർ ഇവിടെ ഉണ്ട്. ഒരു സൊസൈറ്റി എന്ന പേരിൽ ഇവിടെ 500 കോടിയുടെ വർക്കാണെങ്കിലും ഒരു പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന 10 ലക്ഷത്തിൻ്റെ കാട് വെട്ടുന്ന വർക്കാണെങ്കിൽ പോലും ഇവർ കയറിയെടുക്കുകയാണ്. ഒരു മാനദണ്ഡവുമില്ല. അത് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ചില ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എന്തിനാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ വെക്കുന്നത്? ഇപ്പോൾ ശബരിമലയിൽ നടന്നത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അവിടെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സബ്ബായിട്ടുള്ള അവരുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അവർ ഇൻവോയ്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവർ സബ് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ്. 25 ലക്ഷം രൂപക്ക് ഒരു ഇവൻ്റ് അവർ ഏറ്റെടുത്താൽ ഇവർ 5 ലക്ഷം രൂപക്ക് ഈ പറയുന്നത് പോലെയുള്ള ചെറിയ ഇവിടുത്തെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് ആ വർക്ക് ഏൽപ്പിച്ച് ആ പണി ഏറ്റെടുത്തിട്ട് അവർ 25 ലക്ഷം രൂപ എഴുതി വാങ്ങുകയാണ്. ഇപ്പം ശബരിമല വിഷയത്തിൽ തന്നെ അത് വളരെ കൃത്യമാണ്. ചെയ്യാത്ത പണികൾക്ക് കാശ് വാങ്ങുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അവിടെ സംഗീത പരിപാടി നടത്തിയെന്ന് പറഞ്ഞിട്ട് 8 ലക്ഷം രൂപ അവിടുന്ന് ബില്ല് എഴുതി വാങ്ങി എന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ സ്ഥലങ്ങളിൽ ഇപ്പം സർക്കാരിൻ്റെ പ്രചരണവുമായി അവരുടെ വികസനവുമായി നടക്കുന്ന പ്രചരണത്തിൻ്റെ കോടാനുകോടി ഉറുപ്പിക 4ാം വാർഷികം ഏകദേശം 258 കോടി രൂപയെ ചിലവാക്കി എന്ന് പറയുന്നത്. പരസ്യ ബോർഡുകൾ, പരസ്യ ഈവൻറ്റുകൾ ആരാ നടത്തുന്നത്? ഊരാളുങ്കൽ സൊസൈറ്റി. അവർ അത് സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്നു. വർക്കുകൾ തന്നെ ഞാൻ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വർക്കുകൾ എടുത്തിട്ട് അതിൻ്റെ 3/4 ഭാഗം വിലക്കോ അരഭാഗം വിലക്കോ ആണ് ഇവിടുത്തെ സബ് കോൺട്രാക്ടേഴ്സിന് കൊണ്ടുവരുന്നത്. 10,000 ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന തൊഴിലാളികളുടെ തൊഴിൽ മുഴുവൻ പോയി. ഇവിടുന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് 500 രൂപക്കും 600 രൂപക്കും തൊഴിലാളികളെ കൊടുന്ന് ഇവിടെ പാർപ്പിച്ച് പ്രാദേശികമായിട്ടുണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ കൂടി നഷ്ടപ്പെടുത്തി. ഇവർ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ഈ പറയുന്ന ഇതിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത് പറയുമ്പം എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്? എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഇവർ ചെയ്യുന്നത്? ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, വയനാട്ടിലെ പുനരധിവാസം ചൂരൽമല 6000 രൂപ സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു വീടിന് വരുമായിരുന്നു. അത് വലിയ വാർത്തയായി. അതിനുശേഷം അത് 4000 രൂപയാക്കി കുറച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വയനാട്ടിൽ വിവിധ സംഘടനകൾ അതേപോലെ ഇതിൽ നല്ല വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 1600 1800 രൂപയിൽ കുറച്ച് കൂടുതൽ ഒരിക്കലും ഈ പറയുന്ന ഒരു സിംഗിൾ സ്റ്റോറി അല്ലെങ്കിൽ ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങിന് പൈസ വരുന്നില്ല. നമ്മളൊക്കെ വീടുണ്ടാക്കുന്നവരാണ്. നമ്മളൊക്കെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരൊക്കെ ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ പൊതുസമൂഹം കൊടുത്ത പൈസയാണ്. ഏകദേശം 786 കോടി രൂപ വയനാടിലെ പുനരധിവാസത്തിന് വേണ്ടി കൊടുത്ത പണമാണ്. ആ പണം പോലും ഇവർ കൊള്ളയടിച്ച് പോവുകയാണ്. അപ്പോൾ ഇത് എന്നോ നിർത്തലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്തേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ UDF സംവിധാനം ഇത് ഏറ്റെടുക്കണം. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ വിഷയം ശക്തമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. നിരവധിയായ ഇത്തരത്തിലുള്ള അഴിമതികൾ ഒരു കടലാസുമില്ലാതെ, ഒരു ടെൻഡറുമില്ലാതെ, ഒരു കൊട്ടേഷനുമില്ലാതെ തോന്നിയ പോലെ PWD ഡിപ്പാർട്ട്മെൻറ്റിനെ അതിനോടൊപ്പം നിർത്തി അതിന് മന്ത്രിസഭയും മന്ത്രിയും മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ പിന്തുണ കൊടുക്കുന്ന വളരെ ദയനീയമായ ഒരു പരിതസ്ഥിതി കേരളത്തിൽ നിൽക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനാവശ്യമായ നിയമ നടപടികൾ വരാനിരിക്കുന്ന സർക്കാർ എടുക്കണം. ജനങ്ങൾ ഈ വിഷയത്തിൽ പരാതികൾ നൽകാൻ തയ്യാറാവണം. നിരവധിയായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അവനവൻ്റെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പ്രദേശത്തെ സമൂഹത്തിന്, ജനങ്ങൾക്ക് അത് മനസ്സിലാകും. ഈ കാര്യം ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യണം. നിങ്ങൾ അന്വേഷണാത്മകമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ പലരും. 1 2 പ്രൊജക്റ്റിൻ്റെ പിന്നാലെ പോയാൽ തന്നെ എത്ര ശതമാനം
പൊതുസമൂഹത്തിൻ്റെ കോടികൾ ഇവർ കൊള്ളയടിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. ഈ വിഷയം സമൂഹത്തിൽ ചർച്ച ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാധ്യമങ്ങളെ കാണാൻ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, പൊതുമരാമത്ത് വകുപ്പാണല്ലോ ഇതിന് കൂട്ടു നിൽക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന് അറിയായികയല്ല, പൊതുമരാമത്ത് വകുപ്പിനേക്കാളും മുകളിലാണ് ഊരാളുങ്കൽ സൊസൈറ്റി. മന്ത്രി അതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുകയാണ്, മുഖ്യമന്ത്രി അതിൻ്റെ കെയർടേക്കറായി പ്രവർത്തിക്കുകയാണ്. ഇത് മുഴുവൻ ഈ പൊതുസമൂഹത്തിൻ്റെ സമ്പത്താണ് ഈ കൊള്ളടിക്കപ്പെടുന്നത്. അത് പത്രമാധ്യമങ്ങൾ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രൊജക്റ്റിന് പിന്നാലെ പോയാൽ ഈ പറയുന്നതിൻ്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല, ഭരണപക്ഷത്ത് നിൽക്കുമ്പോഴും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. പല ഘട്ടങ്ങളിലും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അത് പരിശോധിക്കാമെന്ന മറുപടിയിലപ്പുറം ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ മലയോര ഹൈവേ തന്നെ അതിന് ഉദാഹരണമാണ്. ഏകദേശം 40 കിലോമീറ്ററോളം മലയോര ഹൈവേ നിലമ്പൂർ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോയത്. അവിടെ നടന്നിട്ടുള്ള അഴിമതിക്ക് ദൃക്സാക്ഷിയാണ് ഞാൻ. പല ഘട്ടത്തിലും ഈ പറയുന്ന PWD മന്ത്രിക്ക് അഴിമതികൾ നടന്ന പ്രദേശങ്ങൾ എങ്ങനെയാണ് അത് നടത്തിയത്, എങ്ങനെയാണ് ഈ കൊള്ള നടക്കുന്നതെന്ന് കൃത്യമായി അന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോഴും പറയും പരിശോധിക്കാം. ഒരു പരിശോധനയും ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ മലയോര ഹൈവേ നിങ്ങൾക്ക് തിരുവമ്പാടി റീച്ച് നാളെ നിങ്ങളൊന്ന് പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അവിടെ മലയിടിച്ച് കെട്ടിയ റീറ്റെയിനിങ് വാളുകൾ അതൊക്കെ ആവശ്യത്തിൻ്റെ 2 ഇരട്ടി സൈസിലാണ് കെട്ടിയിരിക്കുന്നത്. കാരണം മലയോര പ്രദേശത്ത് റോഡ് വികസനത്തിന് വേണ്ടിയിട്ട്, മലയോര ഹൈവേക്ക് വേണ്ടിയിട്ട് നിരവധിയായ റോഡ് സൈഡിൻ്റെ വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിരവധിയായ പാറകളുണ്ടായിരുന്നു. ആ പാറകൾ മുഴുവൻ പൊട്ടിച്ചെടുക്കണം റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട്. ആ പാറ അതേപോലെ ഒരാവശ്യമില്ലാത്ത ബോൾഡേഴ്സ് ആക്കിയിട്ട് ഈ പറയുന്ന 3 മീറ്റർ 4 മീറ്റർ 5 മീറ്റർ വീതിയിൽ കെട്ടിപ്പൊക്കി വെച്ചത് ഇപ്പോൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടുപോയി അത് നിങ്ങളൊരു സാധാരണ ഒരു സിവിൽ എഞ്ചിനീയറെ കൊണ്ടുപോയി നിങ്ങളൊന്ന് എന്താ പറയുക ഒരു അന്വേഷണാത്മകമായിട്ട് അതൊന്ന് പരിശോധിച്ചാൽ 3 ടൈംസ് 4 ടൈംസ് ഓവർ എഞ്ചിനീയർഡാണ് ഇതെന്ന് കാണാൻ പറ്റും. കാരണം ആ കല്ല് അവിടുന്ന് പൊട്ടിച്ചെടുത്തായിട്ടല്ല കണക്കിൽ വരുന്നത്, മറ്റു സ്ഥലത്തുനിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തതായിട്ട് കാണിച്ച് ഈ കൊള്ളക്ക് വഴിയൊരുക്കുകയാണ്. ഓരോ സ്ഥലത്തും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിൽ, ഇൻറ്റീരിയർ ഡെക്കറേഷന്, സർക്കാരിൻ്റെ എല്ലാ ഓഫീസുകളും ഇവർ പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം പദ്ധതികൾ ഇവരാണ് നടപ്പിലാക്കുന്നത്. കൊട്ടേഷൻ ഉണ്ടാക്കുന്ന അവരാണ്, എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന അവരാണ്. എന്നിട്ട് കുറേ പേപ്പർ കമ്പനികൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റിന് അവർ തന്നെ ബില്ല് എഴുതി കൊടുക്കുന്നു. അവർ 25 ലക്ഷം ഒരാളിങ്ങനെ കൊടുക്കുന്നു, 5 ലക്ഷം അവർക്ക് കൊടുക്കുന്നു. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ 25 ലക്ഷത്തിൽ 20 ലക്ഷവും കൊള്ളടിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു ബേസിക് സാധനം ഇപ്പോൾ പുറത്തു വന്നത് ഈ പറയുന്ന ശബരിമലയിൽ നിങ്ങൾക്കത് വളരെ ക്ലിയറാണ്. മുഖ്യമന്ത്രിക്ക് കിടക്കാൻ 2 ലക്ഷത്തിൻ്റെ ബെഡും കട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ. നമ്മൾ കുറേ യാത്ര ചെയ്താണ്, കുറേ ഈ കച്ചവടക്കാരെയൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ്. കയറി കിടക്കാൻ കെട്ടലിന് ഈ പറയുന്ന 2 ലക്ഷവും ബെഡിനും കൂടെ എന്നൊക്കെ പറഞ്ഞാൽ എവിടത്തേക്കാണ് ഈ കേരളത്തെ ഇവർ കൊണ്ടുപോകുന്നത് നിങ്ങൾ പരിശോധിക്കണം. അതിൽ വന്ന സാധനങ്ങൾ തന്നെ പലതും കാണാനില്ല എന്ന് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയാണ്. അവിടെ നടന്ന ഉച്ചയൂണ് നമ്മളൊക്കെ കണ്ടതാണല്ലോ. ആ പരിപാടി 500 പേരുണ്ടായിരുന്നോ? 500 പേരുണ്ടായതായിട്ട് തോന്നി. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ. 4000 ആൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. 5 മണിയപ്പോഴേക്കത് പിരിച്ചുവിട്ട് ഒരു മനുഷ്യനുമില്ല. രാത്രി 3000 ആൾ ഫുഡ് കഴിച്ചു എന്നാ കണക്കാക്കിയിരിക്കുന്നത്. ആരാ ഫുഡ് കൊടുത്തത്? ഇവർ തന്നെ, ഈ ഊരാളുങ്ങൾ. ലക്ഷക്കണക്കിന് രൂപയാണ് ഹോട്ടലുകളുടെ പേരിൽ ബില്ല് എഴുതിയിരിക്കുന്നത്. 37 ലക്ഷം 67 ലക്ഷം. കാരണം ഇത് എഴുതി വെക്കേണ്ടത് ആ കോലത്തിലാണ്. താമസിച്ചതിൻ്റെ കണക്ക്, വാഹനമോടിയതിൻ്റെ കണക്ക്. അപ്പോൾ ഒരു കാര്യമേ ഇപ്പോൾ 10 കോടിയിൽ നടന്ന അഴിമതിയാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് 10 കോടി എങ്ങനെയാണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ആ 10 കോടിയിൽ എത്ര കോടി അടിച്ചു മാറ്റിയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിന് ഇടയ്ക്ക് 1 ലക്ഷം കോടിയോളം രൂപയുടെ ഈ പറയുന്ന ആക്ടിവിറ്റീസ് നടത്തിയ ഊരാളുങ്കൽ സൊസൈറ്റി എത്രായിരം കോടി അടിച്ചു മാറ്റിയിട്ടുണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പരിശോധന നടത്താൻ പറയുന്നത്. പിന്നെ അവരുപയോഗിക്കുന്ന വാഹനങ്ങൾ, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മണ്ണ് മാന്തി യന്ത്രങ്ങൾ, ഈ മണ്ണ് നിരത്തുന്ന യന്ത്രങ്ങൾ, അതിൻ്റെ ഓണർഷിപ്പ് ആരാ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പിണറായി സംഘത്തിൻ്റെ പലരുടേതുമാണ് ഈ വാഹനങ്ങൾ. അവർ റെൻ്റ് ചെയ്യാണ്.
അവർക്ക് സ്വന്തമായിട്ട് വാഹനം വാങ്ങാം, ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷെ വളരെ പരിമിതമായ വാഹനങ്ങളും യന്ത്രങ്ങളുമാണ് ഊരാളുങ്കൽ സൊസൈറ്റി വാങ്ങുന്നത്. എന്നിട്ട് ഒരു എക്സ്കവേറ്ററിന് ഒരു മണിക്കൂറിന് 1000 രൂപയാണ് വാടകയെങ്കിൽ 1200 1400 ഇട്ടിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്. ആർക്ക്? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ബന്ധുക്കൾക്കും അവരുടെ ഉദ്യോഗസ്ഥന്മാർക്കും ഈ പാർട്ടിയിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും മക്കളുടെയും മരുമക്കളുടെയും ബന്ധുക്കളുടെയും യന്ത്രസാമഗ്രികൾ വാടകയ്ക്കാണ് കൂടുതലും ഊരാളുകൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്നത് പോലെ മണിക്കൂറിന് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആയിരക്കണക്കിന് രൂപയുടെ വ്യത്യാസം വരും. ഒരു 10 മണിക്കൂർ ഒരു എക്സ്കവേറ്റർ ഒരു ദിവസം വർക്ക് ചെയ്താൽ ഒരു മണിക്കൂറിന് 200 രൂപ എക്സസ് എമൗണ്ട് ഇട്ട് കൊടുത്താൽ 10 × 200 2000 രൂപ ഒരു ദിവസം ഒരു വാഹനത്തിന് എക്സ്ട്രാ ഇവർക്ക് കൊടുക്കുകയാണ്. ഒരു മാസമാകുമ്പോൾ 60,000 ആയി. അങ്ങനത്തെ പല വാഹനങ്ങൾ, പല യന്ത്രസാമഗ്രികൾ, അങ്ങനെ മൊത്തമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പണം ഒരു കൊള്ള സംഘത്തെ നിയമസാധുത കൊടുത്ത് നിലനിർത്തിയിട്ട് കൊള്ളയടിക്കുന്ന സംവിധാനം. പച്ചയായി പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കണ്ടേ? ജനം ഇതിൽ ഇടപെടണ്ടേ? മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കണ്ടേ? ഈ പറയുന്നത് അല്ല, ആ ചോദ്യം എങ്ങനെയാണ് അക്രഡിറ്റഡ് ഏജൻസി ഉണ്ടായത്? അക്രഡിറ്റഡ് ഏജൻസികളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ഇവരുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു സംവിധാനത്തിനും അക്രഡിറ്റേഷൻ കൊടുക്കാറില്ല ഇവർ. അപ്പോൾ അക്രഡിറ്റഡ് ഏജൻസികൾ എന്ന് പറഞ്ഞിട്ട് ഒരു 10-20 സ്ഥാപനങ്ങളെ കടലാസിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിച്ച് വരുമ്പം ഈ സോഴ്സിൽ നിന്ന് ഈ ഫണ്ടൊക്കെ പോകുന്നത് അങ്ങോട്ടേക്കാണ്, ഈ പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇതിൻ്റെ അവസാനത്തെ അസറ്റ് ഈ വരുന്ന കൊള്ളയടിക്കപ്പെടുന്ന എല്ലാ മുതലുകളും കേന്ദ്രീകരിക്കുന്ന അവസാനം ഈ പറയുന്ന ULCCക്കാണ്. ഇവിടെ പബ്ലിക് ടെൻഡർ കൊടുക്കാലോ, ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ULCCയുടെ അതിന് ആനുകൂല്യം കിട്ടുന്നത് മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രം. കുറച്ച് തൊഴിലാളികൾ അതിനെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. അവർക്കെന്തോ വർഷത്തിലെന്തോ ഇത് കൊടുക്കുന്നു എന്ന് പറയുന്നതിലപ്പുറം ആ തൊഴിലാളികൾ, അതാണ് ആരിതിനെ എതിർക്കാൻ തയ്യാറാവാത്തത്. പൊതുസമൂഹം ഇതിനെ ഏറ്റെടുക്കാത്തതും രാഷ്ട്രീയക്കാർ ഇത് ഏറ്റെടുക്കാൻ മടിക്കുന്നത് എന്താ? അത് സൊസൈറ്റി, അത് തൊഴിലാളികൾ. അതിൻ്റെ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു മറ സൃഷ്ടിക്കാൻ. അല്ല, പൂർണ്ണമായിട്ടും ഈ പിണറായി സംഘം, ഞാൻ ഈ പറയുന്ന പിണറായിസത്തിൻ്റെ ബാക്കി പത്രം തന്നെയാണ്. പിണറായിസത്തിനെ ഫണ്ട് ചെയ്യുന്നത് കേരളത്തിൽ ഇവർ തന്നെയാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ നൂറുകണക്കിന് കോടിയുടെ പണമൊഴുക്കാൻ അവർ തയ്യാറാണ്. ഇതൊരു കേന്ദ്രീകൃത സംവിധാനമാണ്. പണം അടിച്ചു മാറ്റാനുള്ള നിയമസാധ്യത ഉണ്ടാക്കിക്കൊടുത്ത്, നിയമത്തിൻ്റെ പിൻബലം കൊടുത്ത് പൊതുസമൂഹത്തിൻ്റെ സ്വത്ത് മൊത്തത്തിൽ അടിച്ചു മാറ്റി കേരളത്തിലെ മുഴുവൻ ഈ കോൺട്രാക്റ്റിംഗ് ഫീൽഡിലുണ്ടായിരുന്ന തൊഴിലാളികളെയും അതിലെ ഇടത്തരക്കാരായ കോൺട്രാക്ടർമാരെയും മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ഒരു സർക്കാരിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസാണ്, അവിടുത്തെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസാണ്. അതാണല്ലോ ഒരു സർക്കാരിൻ്റെ വികസനവുമായി. സാമൂഹ്യക്ഷേമ വകുപ്പ് കഴിഞ്ഞാൽ നമ്മൾ കണക്കാക്കുന്ന സർക്കാരിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത്. ഇനിയിപ്പോൾ ആശുപത്രിയാണ്, അവിടത്തേക്ക് സാധനങ്ങൾ വാങ്ങി സപ്ലൈ ചെയ്യുന്നത്, അവിടേക്ക് ഫർണിച്ചർ സപ്ലൈ ചെയ്യുന്നത്, അവിടത്തേക്ക് മെഷീനറികൾ സപ്ലൈ, ഇതിനൊക്കെ അക്രഡിറ്റഡ് ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു നല്ല പേരും കൊടുത്തിട്ട് ഇതെല്ലാം ഇവരുടെ വഴിക്കാണ് പോകുന്നത്. അതാ പറഞ്ഞത്, ഇതിന് കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഇതിന് അനിവാര്യമാണ്. അല്ലാതെ ഒരു സാധാരണ ഏജൻസി ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല, അന്വേഷിച്ചാൽ കണ്ടെത്താനും കഴിയില്ല. ഇവിടെയൊക്കെ ഇവരുടെ കരാള ഹസ്തങ്ങളുണ്ട് ഈ ഭരണകേന്ദ്രത്തിൻ്റെ. ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നിരവധിയായ വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഇന്ന് കൊടുത്ത റിപ്പോർട്ട്, ഇപ്പോൾ ഇന്ന് മാതൃഭൂമി പത്രത്തിൽ കാണാൻ സാധിച്ചു. തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും ക്ലീൻ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ റിട്ടയർഡ് ചെയ്തു പോയ DGP കൊടുത്ത റിപ്പോർട്ടിൽ വളരെ ക്ലിയറായിട്ട് ഈ പൂരം കലക്കലിൻ്റെ പിന്നിൽ പോലീസിൻ്റെ ഗൂഢാലോചനയുണ്ടെന്നും അതിൽ ഈ പറയുന്ന അന്നത്തെ ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാറിൻ്റെ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടെന്ന് പറഞ്ഞ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സ്വീകരിക്കാതെ വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ, അതന്നെ 3ാമത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ ക്ലീൻ ഷീറ്റ് കൊടുത്തിരിക്കുക. ഇവരല്ല ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത്. ഞാൻ കൊടുത്ത നിരവധിയായ വിഷയങ്ങൾ എല്ലാം ഇവരുടെ കയ്യിലല്ലേ, എല്ലാം ഇവരുടെ കയ്യിലാണ്. ഇപ്പോൾ SIT അന്വേഷിച്ചിട്ട് എവിടെ എത്തി? ശബരിമല എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഈ മുരാരി ബാബുവും ഈ പറയുന്ന ഇവരൊക്കെ പോറ്റിയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്?
അവിടെ പത്മകുമാറിനെ പുറത്തേക്ക് ഇറക്കണം. പാർട്ടി ഇവരെ പേരിലൊന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല. പത്മകുമാറിന് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ അതിന് വഴിയൊരുക്കണമെങ്കിൽ എന്താണ്? ഇവർക്ക് 90 ദിവസം കഴിയുമ്പം ഈ പറയുന്ന കുറ്റപത്രം ഭാഗികമായി പോലും കൊടുക്കാതെ അവർക്ക് അതിന് വഴി കൊടുത്ത് പത്മകുമാറിനെ ഇറക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോന്നിനും വഴി സ്വീകരിക്കുകയാണ്. പിന്നെ നമ്മളെവിടെയും പരാതി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? 34.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടിട്ട് ഈ SIT ഇതുവരെ അന്വേഷിച്ചിട്ട് 439 ഗ്രാം സ്വർണമാണ് ഇതുവരെ റിക്കവർ ചെയ്തിട്ടുള്ളത്.